നമ്മുടെ ഹൃദയത്തിൽ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഏതറ്റം വരെ നമ്മൾ പോകും, അതിനൊരു സംശയമില്ല. നമ്മളിൽ പൈശാചികത കുടികൊള്ളാൻ തുടങ്ങിയാൽ ആ പൈശാചികതയുടെ സ്വാധീനം കൊണ്ട് ഏതറ്റം വരെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകും. അതൊരു അപ്പനെ തല്ലാനാണെങ്കിലും അമ്മയെ കൊല്ലാനാണെങ്കിലും കുഞ്ഞുങ്ങളെ കൊന്നുകളയാനാണെങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം എന്താ? ഒരുവരിൽ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് ഏതറ്റം വരെ തിന്മ ഒരു ദൈവവേദന കൊണ്ടെത്തിക്കും, നശിപ്പിക്കുന്ന രീതിയിൽ. എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നേരെ വിപരീത മനോഭാവത്തിലേക്ക് സുവിശേഷം നമ്മൾ ക്ഷണിക്കുകയാണ്. അതായത് യേശു മറ്റൊരു മനോഭാവത്തെ നമ്മളിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നതാണെന്നത് സുവിശേഷ ഭാഗം. പറഞ്ഞാൽ വലത് കണ്ണത്തടിക്കുന്നവന് ഇടത് കണ്ണം കൂടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം. വലത് കണ്ണത്തടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ഒരുവനെ എളിമപ്പെടുത്താവോ അത്ര കണ്ട് എളിമപ്പെടുത്തുന്ന ഒരു അനുഭവത്തെയാണ് അവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ എളിമപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നീ എന്ത് ചെയ്യണം? നീ എളിമപ്പെടാനുള്ള തീരുമാനമെടുക്കാന്നുള്ളത് തന്നെയാണ് ഈശോ പറയുന്നത്.